തുടങ്ങാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനാതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകിയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഗുരുവായൂരപ്പന്റെ ഒരു കഥ പറഞ്ഞു തരാം. അപ്പൊ ആ കഥ നടക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയാണ്. ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു ഭക്തയുടെ അനുഭവമാണ് ഈ കഥ. യഥാർത്ഥത്തില് ഭഗവാൻ ഗുരുവായൂർ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ജഗന്നാഥ് പുരി പോലെ ആ അമ്പലത്തിൽ പോകുന്നവർക്കെല്ലാം, അതായത് ശുദ്ധ ഭക്തിയോടുകൂടി പോകുന്നവർക്കെല്ലാം ഓരോ അനുഭവങ്ങൾ കൊടുത്തായിരിക്കും ഭഗവാൻ വിടുക. അവിടെ ഇപ്പൊ തന്നെ നമുക്ക് അവിടുത്തെ മേൽശാന്തി കീഴ്ശാന്തി അവിടുത്തെ പോറ്റിമാരടുത്ത് തന്നെ ചോദിച്ചാല് അവിടെ തന്നെ അവർക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും പറയാൻ. ഭഗവാനായിട്ട് അവർ കളിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ഭഗവാൻ അവരുമായിട്ട് കളിക്കുകയാണ്. യഥാർത്ഥത്തില് അതൊരു കല്ലല്ലേ, അല്ലെ? അവിടെ ഇരിക്കുന്ന വെറും ഒരു ശിലയല്ലേ, അതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റുന്ന ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗുരുവായൂർ അമ്പലം. കാരണം അവിടുത്തെ ഓരോരുത്തരുടെയും, അവിടെ നിൽക്കുന്ന ജീവനക്കാരായിക്കോട്ടെ, അവിടെ ജോലി ചെയ്യുന്ന പോസ്റ്റുകളായിക്കോട്ടെ, അവരുടെ അടുത്തൊക്കെ നമ്മൾ ഓരോന്നും ചോദിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും പറയാൻ പറ്റും ഒരു അനുഭവം. അത് മാത്രമല്ല, ഭഗവാനുമായിട്ട് ഭക്തിയോടുകൂടി പോകുന്ന ആൾക്കാർക്കെല്ലാം ആ ഒരു കാര്യം പറയാൻ പറ്റും. അപ്പോ ഒരുപാട് ഭക്തന്മാർക്ക്, അതായത് നമുക്ക് കേരളത്തിൽ നിന്നും പുറത്തു നിന്നൊക്കെ വരുന്ന ഒരുപാട് ഭക്തന്മാർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഇഷ്ടം പോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് ഒരു അനുഭവമാണ് ഇന്ന് പറയാൻ പോണത്. മാത്രമല്ല, ഗുരുവായൂർ അമ്പലത്തിലെ ഭഗവാൻ ഞാൻ പറഞ്ഞില്ലേ പോറ്റുമാരോട് കളിക്കുകയാണ് ചെയ്യാറ്. അതായത് ഈ പോറ്റുമാല അലങ്കാരത്തിന് വെക്കുന്ന സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് കാണാതാവും. അത് പെട്ടെന്ന് കാണാതാവും. അവിടെ കറക്റ്റ് ആയിട്ട് ഇരിക്കും, പക്ഷെ പെട്ടെന്ന് അത് കാണാതാവും. അങ്ങനെ അവര് ഈ പോറ്റുമാര് അവിടെ ഫുള്ള് തപ്പും, അമ്പലം മുഴുവൻ തപ്പിയാലും ആ ഇത് കിട്ടത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ അത് ഭഗവാന്റെ പിന്നിലോ ഫ്രണ്ടിലോ എവിടെയെങ്കിലും ആ സാധനം കാണും. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ അവിടെ ഫുള്ള് കളിയും ചിരിയും കാര്യങ്ങളാണ്. അപ്പൊ അതില് ഒരു ഭക്തയുടെ അനുഭവമാണ് ഇന്ന് പറയാൻ പോണേ. അപ്പൊ ഒരിടത്ത് ഒരു ചെറിയ കുടുംബം ഉണ്ടായിരുന്നു. അതില് ഒരു അമ്മ, 3 പെൺമക്കള്, പിന്നെ ഒരു അച്ഛൻ. അങ്ങനെ അവര് ചെറിയൊരു കുടുംബമായിരുന്നു. അപ്പൊ അതിലെ അച്ഛന് വയ്യാതാവുകയാണ്. അദ്ദേഹത്തിന് ഒരു അസുഖം ബാധിച്ച് അദ്ദേഹം കിടപ്പിലാവുകയാണ്. അപ്പം ഈ അമ്മ ജോലി ചെയ്ത തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള കാശ് കൊണ്ടാണ് ആ കുടുംബം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെ പൊയ്ക്കൊണ്ട സമയത്ത് എന്നാലും ഇത്രയും കഷ്ടതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവര് ഭഗവാനെ വിളിക്കാനോ ഭഗവാനെ സ്മരിക്കാനോ ഒന്നും അവർ ഒരിക്കലും മറക്കാറില്ല. എപ്പോഴും, അതായത് ഈ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഇനി അച്ഛനൊക്കെ ആ പിള്ളേർക്ക്, ആ 3 മക്കൾക്ക് ഭഗവാന്റെ കഥകളും കാര്യങ്ങളും, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന്റെ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കും. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ഈ ഭഗവാന്റെ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ഈ മക്കൾക്ക് ഒരു ആഗ്രഹം, എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് പോകണം എന്ന് ഈ കുട്ടികൾക്ക് ഒരു ആഗ്രഹം. അങ്ങനെ അവര് ഈ ആഗ്രഹം അമ്മയോട് പറയാണ്, എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണം എന്ന് പറയാണ്. അപ്പൊ അമ്മ പറയാണ്, നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചും പിന്നെ നിങ്ങളുടെ അച്ഛന് വയ്യാത്ത ഒരാളെ ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് പോവാറ്? പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് പിന്നെ ഒരു ദിവസം, അതായത് ഇനി ഒരു സമയത്ത് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് കുട്ടികളെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ എന്നാലും ഈ കുഞ്ഞുങ്ങൾക്ക് ഭഗവാനെ കണ്ടേ പറ്റൂ. കാരണം അത്രയ്ക്ക് അവരുടെ മനസ്സിൽ ഭഗവാൻ കയറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ ഭഗവാനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വിടാൻ പറ്റുന്നില്ല. അപ്പൊ സംബന്ധിച്ച് അവർക്ക് ഭഗവാനെ കണ്ടേ പറ്റൂ എന്നൊരിതായി. അങ്ങനെ അവർ ഈ ആഗ്രഹം ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ആ കുട്ടികളുടെ അച്ഛൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്തായാലും നിങ്ങളെ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോവാൻ പറ്റില്ല. എനിക്ക് നേരെ സ്വന്തമായി എണീറ്റ് നടക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോവാ? പക്ഷെ നിങ്ങള് അമ്മയെ വിളിച്ചോണ്ട് പോയിട്ട് വരൂ, ധൈര്യമായിട്ട് പോയിട്ട് വരൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവൂല. 1-2 ദിവസത്തെ കാര്യമില്ല, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരൂ എന്ന് പറയാം. അങ്ങനെ ഈ അമ്മ ഈ കുട്ടികളെ വിളിച്ച അമ്മയ്ക്ക് അങ്ങനെ അവർക്ക് ധൈര്യം കൊടുക്കുകയാണ് ഈ അച്ഛൻ. ആ ധൈര്യം കിട്ടിയ സ്ഥിതിക്ക്
അമ്മ ഈ കുട്ടികളെ വിളിച്ച് ഭഗവാനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ അമ്മയുടെ ഉള്ളിൽ, കാരണം ആ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഇതുവരെ ആ സ്ഥലം വിട്ട് ആ അമ്മ പുറത്ത് പോയിട്ടില്ല. മാത്രമല്ല, അവരുടെ വീട്ടിൽ നിന്നും ഗുരുവായൂർ അമ്പലം ഒരുപാട് ദൂരെയും കൂടെയാണ്. അങ്ങനെ അവർ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ട്രെയിനിൽ കയറാനിരിക്കുന്ന സമയത്ത് അവർ അറിയാണ് കൃത്യം രാത്രി 2 മണിക്ക് ഇത് ട്രെയിന് ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂർ സ്ഥലത്ത് എത്തത്തുള്ളൂ. അപ്പൊ ഈ അമ്മയ്ക്ക് ഭയങ്കര പേടിയായി, കാരണം ഈ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, പിന്നെ പരിചയമില്ലാത്ത, കാരണം ആ അമ്മ ഇതുവരെ ആ ഗ്രാമം വിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് 3 പെൺമക്കളെയും വിളിച്ചുകൊണ്ട് ഈ രാത്രി എങ്ങോട്ട് പോകും, എവിടെ പോകും? കാരണം അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്ത് ചെയ്യണം, അടുത്തൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവര് എന്തോ വരട്ടെ എന്ന് പറഞ്ഞ് ട്രെയിൻ കയറാണ്. ട്രെയിനിന്റെ അകത്ത് മുഴുവൻ ഈ അമ്മ ഈ കാര്യം തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിങ്ങനെ ഭഗവാനെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ അവര് ഗുരുവായൂർ എത്താണ്. അതായത് ട്രെയിൻ അവര് പറഞ്ഞ പോലെ കൃത്യം 2 മണിക്ക് അവർ ഗുരുവായൂർ സ്റ്റേഷനിൽ എത്താണ്. അപ്പൊ സ്റ്റേഷനിൽ എത്തി എല്ലാവരും ഇറങ്ങുന്നതിനോടൊപ്പം ഇവരും ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവരവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവര് ഒരു കൂട്ടം ഭക്തര് ഗുരുവായൂർ പോകുന്ന ആ ഒരു സ്ഥലത്തോട്ട് പോകുന്ന കാണാം. അപ്പം മനസ്സിലാവും അവരും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. അവരോടൊപ്പം ചേർന്ന് നടക്കാൻ തുടങ്ങും. അങ്ങനെ കാരണം അവര് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴല്ലേ, അപ്പൊ അതുവഴി പോകുമ്പോ അവരും കൂടെ ചേർന്ന് നടക്കാൻ തുടങ്ങും. അങ്ങനെ നടന്ന് ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ അവർ എത്തിച്ചേർന്നിട്ട് ആ ഭക്തര് പലയിടത്തോട്ട് സ്പ്ലിറ്റ് ആ ഒരു റൂം എടുക്കാൻ വേണ്ടി പലയിടത്തായി സ്പ്ലിറ്റ് ആയി പോകും. അപ്പൊ ഈ അമ്മയും മക്കളും വീണ്ടും ഒറ്റയ്ക്കായപ്പം ഇനി എന്ത് ചെയ്യണം, എവിടെ പോയി റൂം എടുക്കണം എന്നൊന്നും ഈ അമ്മയ്ക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ അമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു വയസ്സായ ഒരു 10-75 വയസ്സിൽ കൂടുതൽ ഉണ്ടാവും അപ്പൂപ്പന്. ആ അപ്പൂപ്പൻ ഓടി വരാണ്. എന്നിട്ട് അവര് നല്ല പരിചയമുള്ളത് പോലെ സംസാരിക്കുകയാണ്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഈ അമ്മയ്ക്ക് കുറച്ച് പേടിയായി, കാരണം അറിഞ്ഞുകൂടാത്ത ഒരാൾ ഇങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പേടിയാവില്ലേ. അതുപോലെ അതും തന്നെ എന്തോ അറിയുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് അദ്ദേഹത്തിനെ കണ്ടപ്പോ തന്നെ എന്താ അദ്ദേഹത്തിനോട് സംസാരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മീൻസ് അത്ര നമ്മൾ ഈ കാപട്യമുള്ള ആൾ അങ്ങനെയൊന്നും അവർക്ക് തോന്നിയില്ല. അമ്മയ്ക്ക് ആ നല്ല ഒരാളെ പോലെ തോന്നിയത് കൊണ്ടും ആ അമ്മ അവരോട് സംസാരിക്കുകയാണ്. കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, എന്നിട്ട് എന്തിനാ ഇവിടെ നിൽക്കേണ്ട, നിനക്ക് അമ്പലത്തിൽ തൊഴണ്ടേ, വിശ്രമിക്കണ്ടേ, വരൂ, എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കുട്ടികളുടെ ലഗേജ് ഒക്കെ എടുത്ത് അവരുടെ ബാഗൊക്കെ വാങ്ങിച്ച് അപ്പൊ ഫ്രണ്ടിലേ നടക്കുകയാണ്. അപ്പൊ ഇത് കാണുമ്പോ ഈ അമ്മയും കുട്ടികളും ആശ്ചര്യക്കാണ്. കാരണം തനിക്ക് ഇതുവരെ അവിടെ വരാത്ത അവർക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് അവർ പരിചയമുള്ളത് പോലെ വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അദ്ദേഹം കുറെ നടന്ന് അദ്ദേഹം അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ അവിടെ എത്തിയിട്ട് അവർക്കൊരു ചാവി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഒരു റൂം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ആ റൂം നിങ്ങൾ എടുത്തോളൂ, അത് എന്റെ റൂമാണ്, നിങ്ങൾ ഇന്ന് അവിടെ കഴിഞ്ഞോളൂ, നിങ്ങളെ വിശ്രമമൊക്കെ കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായിട്ട് ഭഗവാനെ കാണാൻ വേണ്ടി വരും, ഞാൻ വെളിയിൽ ഉണ്ടാവുമെന്ന് പറയാം. അപ്പൊ ഈ അമ്മയ്ക്ക് കുറച്ച് പേടിയായി, കാരണം അത് കഴിഞ്ഞിട്ട് പൈസ കൊടുക്കണ്ടേ, ഹോട്ടൽ റൂം എടുത്താൽ പൈസ കൊടുക്കണം. അപ്പൊ അതെന്ത് മാത്രം അവരുടെ കയ്യിലാണെങ്കിൽ അധികം പൈസയില്ല. അപ്പൊ അതെങ്ങനെ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഈ മുത്തശ്ശൻ പറയും, എനിക്ക് തരാനുള്ള പൈസയെ കുറിച്ചാണ് ആലോചിക്കുന്നെങ്കിൽ വിഷമിക്കണ്ട, ഞാന് നിങ്ങളുടെ കയ്യിൽ പോവാൻ നേരത്ത് നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് എനിക്ക് തന്നാ മതി എന്ന് പറയും. അപ്പൊ അങ്ങനെ ആ അമ്മയും മക്കളും ആ റൂമിൽ കയറി അവരെ ബാഗ് അവിടെ വെച്ച് അവര് അവിടെ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം കുളിച്ച് റെഡിയായി ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവാണ്. പോകുന്ന സമയത്ത് അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴിനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാ വീണ്ടും ആ മുത്തശ്ശൻ അവരെ മുമ്പിൽ വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോയി ഗുരുവായൂർ അമ്പലത്തില് കൊണ്ട് നിർത്തി അവിടുത്തെ ആ ക്യൂവിൽ കയറ്റി വിട്ടിട്ട് അദ്ദേഹം പോവാണ്. അപ്പൊ അവര് വളരെ മനോഹരമായിട്ട് ഭഗവാനെ തൊഴുതിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ആ മുത്തശ്ശനെ അവിടെ എവിടെയൊക്കെ നോക്കുകയാണ്, പക്ഷെ കാണുന്നില്ല അദ്ദേഹത്തിന്. എന്നിട്ട് പിന്നെ അത് മാത്രമല്ല, അവര് രാവിലെ വന്നതല്ലേ, കുട്ടികൾക്ക് വിശക്കില്ല, പിന്നെ എന്ത് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, എവിടെയാണ് നല്ല ഹോട്ടൽ, അതൊന്നും അറിയില്ല, പൈസ കുറഞ്ഞ ഹോട്ടൽ ഏതാണ് എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. അങ്ങനെ അമ്മ വീണ്ടും അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുന്ന വെച്ചാല് ആ മുത്തശ്ശൻ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് വീണ്ടും അവിടെ വന്നിട്ട് പറയാണ്, കഴിഞ്ഞു അമ്പലത്തിൽ തൊഴുത് എങ്ങനെ ഉണ്ടായിരുന്നു, അമ്പലത്തിൽ തൊഴുതിട്ട്
എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ആ മുത്തശ്ശൻ പറയാണ്, വിശക്കുന്നുണ്ടാവും, നിങ്ങക്ക് വിശക്കുന്നുണ്ടാവില്ലേ, ഭക്ഷണം കഴിക്കണ്ടേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, അവിടെ പ്രസാദം ഊട്ടുണ്ട്, പോയി കഴിക്കൂ, കഴിച്ചിട്ട് വരൂ എന്ന് പറയാണ്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, കാരണം അമ്മയ്ക്ക് പ്രസാദം ഊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മ മക്കളെ വിളിച്ച് പ്രസാദമൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ഈ മുത്തശ്ശൻ വെളിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തൂക്കുപാത്രം ഉണ്ട്. ആ പാത്രത്തിലെ പായസമാണ്, ഭഗവാന്റെ പായസമാണ്. ഈ പായസം കുട്ടിക്ക് കൊടുത്തിട്ട് അതിലെ ഏറ്റവും ഇളയ മകൾക്ക് കൊടുത്തിട്ട് പറയും, ഇത് നിനക്കുള്ളതാണ്, നീ വെച്ചോളൂ, ഭഗവാന്റെ പായസമാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ഈ പായസം, ഈ റൂം, ഇതിനൊക്കെ പൈസ ഇദ്ദേഹത്തിന് കൊടുക്കണ്ടേ. അപ്പൊ ഇങ്ങനെ അമ്മ വിഷമിച്ചിരിക്കുമ്പോ പറയും, നിങ്ങളുടെ കയ്യിൽ എന്താണോ പോവാൻ നേരത്തെ ഉള്ളത് അതെനിക്ക് തന്നാ മതി എന്ന് പറയും. അങ്ങനെ ഇവർ തിരിച്ച് റൂമിലെത്തിയിട്ട് ഇവര് ഡ്രസ്സൊക്കെ മാറി, എന്താ പിന്നെ മാറി അവിടെ കുറച്ച് വിശ്രമിച്ചിട്ട് ഇവര് തിരിച്ച് പോവാൻ വേണ്ടി ഇറങ്ങാണ്. അങ്ങനെ പോവാൻ വേണ്ടി ബാഗ് എടുത്ത് മുറി പൂട്ടി വെളിയിൽ ഇറങ്ങിയിട്ട് ഈ മുറി താവിയും പിന്നെ പൈസയും ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മുത്തശ്ശൻ അവിടെയൊക്കെ നോക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും അദ്ദേഹത്തിനെ കാണുന്നില്ല. അങ്ങനെ അവിടെ ഫുള്ള് തപ്പാണ്, പക്ഷെ കാണുന്നില്ല. പക്ഷെ ട്രെയിനിന് സമയമായി, കാരണം ഇവർ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ട്രെയിൻ മിസ്സായി, പിന്നെ ഇവർക്ക് വീണ്ടും എടുക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഈ അതിലെ മൂത്ത മകള് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പൈസയും താക്കോലും ഈ മുറിയുടെ ഫ്രണ്ടിൽ വെക്കാം, അദ്ദേഹം വരുമ്പോ എടുത്തോളൂല്ലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഈ പൈസയും താക്കോലും ആ മുറിയുടെ ഫ്രണ്ടിൽ വെച്ച് ഇവര് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് ആ ട്രെയിനിന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ട്രെയിൻ വന്നു. അപ്പൊ ഈ കയറുന്ന സമയത്ത് നിൽക്കുന്ന സമയത്തൊക്കെ ഈ അമ്മയുടെയും കുട്ടികളുടെയും മനസ്സിൽ ആ മുത്തശ്ശനെ പറ്റിയിട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ അവസാനം ഇത്രയും തങ്ങള് ആദ്യമായിട്ട് വരുന്ന സ്ഥലത്ത് ഇത്രയും തങ്ങൾക്ക് എന്താ ഹെൽപ്പ് ചെയ്ത ഒരാളെ അവസാനമായിട്ടൊന്ന് പറഞ്ഞ് നന്ദി പറയാലോ, അല്ലെങ്കിൽ ആ പൈസ ഒന്ന് ഏൽപ്പിക്കാലോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര വിഷമത്തിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ട്രെയിന് വരാണ്, അവർ ട്രെയിനുള്ളിൽ കയറാണ്. ട്രെയിനുള്ളിൽ കയറി അവരവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുഞ്ഞു കുട്ടി ഓടി വന്നിട്ട് അതായത് ആ കുട്ടിയുടെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ആ പൊതി പെട്ടെന്ന് ആ അമ്മയെ ഏൽപ്പിക്കാണ്. എന്നിട്ട് പറയാണ്, വെളിയിൽ ഒരു മുത്തശ്ശൻ നിങ്ങൾക്ക് വേണ്ടി തന്നയച്ചതാണെന്ന് പറയാണ്. ഈ അമ്മ മറ്റേ മുത്തശ്ശൻ തന്നെ പെട്ടെന്ന് ആ പൊതി തുറക്കുമ്പോഴത്തേക്കും ഗുരുവായൂരപ്പന്റെ കളഭമാണ് അതിലുള്ളത്. ഈ അമ്മയ്ക്ക് കളഭം എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മയുടെ ആഗ്രഹമായിരുന്നു ഗുരുവായൂരപ്പന്റെ കളഭം വാങ്ങിക്കണമെന്ന്. പക്ഷെ ഈ തിരക്കിന്റെ ഇടയിൽ അമ്മ അത് മറന്നുപോയി. പക്ഷെ ആ മുത്തശ്ശൻ അത് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കളഭം കറക്റ്റ് ആയിട്ട് കൊടുത്തു വിട്ടു. പിന്നീട് ആ പൊതിയിൽ ഉണ്ടായിരുന്നത് താൻ അവിടെ വെച്ചിരുന്ന റൂമിനും പാൽപ്പായസത്തിനും ഒക്കെ താൻ വെച്ചിരുന്ന പൈസ അതേപോലെ ഉണ്ടായിരുന്നു ആ പൊതിയില്. അപ്പൊ ഈ അമ്മ ആലോചിക്കായിരുന്നു, തനിക്ക് ആവശ്യമുള്ള കളഭം കിട്ടി, ആ പൈസ എടുത്തില്ല, അപ്പൊ ഈ മുത്തശ്ശൻ ആരായിരിക്കും എന്നിങ്ങനെ അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവര് വെളിയില്, അതായത് ട്രെയിൻ എടുക്കുന്നോണ്ട് അവർക്ക് പോവാൻ പറ്റില്ല, പക്ഷെ അവര് വെളിയിൽ നോക്കുമ്പോ ആ മുത്തശ്ശൻ അവിടെ എങ്ങും അവർക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ അമ്മ ഈ ഇദ്ദേഹം ആരായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഇത്രയും സഹായിച്ച ഇദ്ദേഹം ആരാണ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ആ ആ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറക്കം എണീറ്റ് കഴിയുമ്പോഴാണ് ആ അമ്മ ചിലപ്പോ അമ്മ സ്വപ്നം കണ്ടതായിരിക്കാം, അമ്മയ്ക്ക് മനസ്സിലാവുന്നത് ആ മുത്തശ്ശനായിട്ട് തന്റെ കൂടെ വന്നത്, അല്ലെങ്കിൽ തനിക്കും മക്കൾക്കും തുണയായിട്ട് തങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആരായിരുന്നു, സാക്ഷാ ഭഗവാൻ തന്നെ ആയിരുന്നു എന്ന് അവർ വിശ്വസിക്കുകയാണ്. ഭഗവാൻ തന്നെ ആയിരിക്കും. കാരണം ഭക്തർക്ക്, അതായത് നമുക്ക് എന്ത് വിഷമം ഉണ്ടായെങ്കിലും നമ്മളൊന്ന് ഉള്ളു തുറന്ന് ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ഏത് രൂപത്തിലാണെന്ന് ചിലപ്പോൾ പറയാൻ പറ്റും. ചിലപ്പോൾ ഒരു കുഞ്ഞു വാവയുടെ ഒരു രൂപത്തിലായിരിക്കും, ചിലപ്പം ഇതേപോലെ ഒരു മുത്തശ്ശന്റെ രൂപത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ തീർച്ചയായിട്ടും പ്രത്യക്ഷപ്പെടും. നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും ചെയ്തു തരും. അവിടെ ആ അമ്മയും മക്കളും ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഭഗവാൻ തന്നെ നേരെ വന്നിട്ട് അവർക്ക് റൂം എടുത്തു കൊടുത്തു, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൊടുത്തു, പാൽപ്പായസം കൊടുത്തു. അങ്ങനെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആരാ ചെയ്തു കൊടുത്തത്? ഭഗവാനാ ചെയ്തു കൊടുത്തത്. കാരണം ഭഗവാന് തന്റെ ഭക്തരെ സേവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ എന്തുണ്ടായാൽ മതി, ഭക്തിയും സ്നേഹവും ഉണ്ടായാൽ മതി. അത് മാത്രമേ ഭഗവാന് വേണ്ടുള്ളൂ. അല്ലെങ്കിൽ ഭഗവാനെ ഞാൻ വലിയ ആൾക്കാരെ സേവിക്കുള്ളൂ, ഞാൻ VIP കളെ സേവിക്കുള്ളൂ എന്നൊന്നും ഭഗവാനില്ല. ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ എന്തിന്റെ കാര്യത്തിൽ
ഭക്തിയുടെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ മാത്രമേ ഭഗവാന് വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ രീതിയിലും ഭഗവാന് എല്ലാവരും ഒരുപോലെയാണ്. അപ്പം നമുക്ക് എന്ത് വിഷമം ഉണ്ടായാലും, അത് ഗുരുവായൂരമ്പലത്തിൽ പോകുന്നതായിക്കോട്ടെ പോവാത്തതായിക്കോട്ടെ, എന്ത് വിഷമം ഉണ്ടായാലും ഭഗവാൻ ഒന്ന് വിളിച്ചാൽ മതി, ആ വിഷമം തീർച്ചയായിട്ടും മാറിക്കിട്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നന്ദനന്ദന സുന്ദരാനന സുന്ദരീരന സേവിത, സ്കന്ദസായക കോടി സന്നിഭ കിന്നരാതി നിക്ഷേപിത, ഇന്ദുരാരമണാരവിന്ദ അങ്കിത വന്ദിത മാധവ, ഇന്ദുവംശമണേ ഭവർണവ മധ്യകം പരിവാഹി മാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തരൂപസ്വരൂപകം പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം, ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തിശക്തികം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ 14-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകമാണ് നമുക്ക് എടുക്കാനുള്ളത്. ഹരേ കൃഷ്ണ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ, ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാമഭയങ്കര, ത്വമേകോ ധിഹ്യമാനാനാം ഭവർക്കോऽസി സംസൃതേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം, യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം, ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മള് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനം എന്നുള്ള ആ അധ്യായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അധ്യായം 14. അതിലെ 3 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു. അപ്പം അർജുനനെ ദ്വാരകയിലേക്ക് അയച്ചിരിക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവ് അമംഗളകരവും ഘോരവുമായ പല ദുശകനങ്ങളും ദർശിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആകപ്പാടെ ഒരു മനപ്രയാസം ഉണ്ടാകുന്നു. രാജ്യത്തിൽ തന്നെ താൻ യുദ്ധം ചെയ്ത് നേടിയെടുത്ത രാജ്യം, അവിടെ ഇങ്ങനെയുള്ള ജനങ്ങളിലുണ്ടായ മാറ്റം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിക്കുന്നു. അങ്ങനെ അനാത്യന്തമായ കാലചക്രത്തിന്റെ ഗതിക്ക് മാറ്റം സംഭവിച്ചത് കണ്ടിട്ട് അദ്ദേഹം വളരെയധികം ഭയാകുലനായി തീർന്നിരിക്കുന്നു. തൻ്റെ എല്ലാമായ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടം വിട്ടു പോയോ എന്ന ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിനെ മഥിക്കുന്നതായി നമ്മൾ കണ്ടു. അപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനം ചെയ്തുവോ എന്ന് ശങ്കിക്കുകയും, അങ്ങനെ വളരെ എന്താണ് ജനങ്ങളിലുണ്ടായ മാറ്റം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയത്, അപ്പം ഉണ്ടായി ഭഗവാൻ വിട്ടുപോയോ, കലിയുഗം ആരംഭിച്ചോ എന്നുള്ള ഒരു പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടാകുന്നതായി നമ്മൾ കണ്ടു. അപ്പൊ 4-ാമത്തെ ശ്ലോകം നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. എല്ലാവരും വായിച്ചു എന്ന് കരുതുന്നു ഇത്രയും ഭാഗങ്ങള്. 4-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ദേവകീ ജയ്. ജിഹ്മപ്രായം വ്യവഹൃതം ശാഠ്യമിശ്രം ച സൗഹൃദം, പിതൃമാതു സുഹൃത് പ്രാതൃ ദമ്പതീനാം ച കൽക്കനം. ജിഹ്മപ്രായം വ്യവഹൃതം ശാഠ്യമിശ്രം ച സൗഹൃദം, പിതൃമാതൃ സുഹൃത് പ്രാതൃ ദമ്പതീനാം ച കൽക്കനം. ജിഹ്മപ്രായം വ്യവഹൃതം ശാഠ്യമിശ്രം ച സൗഹൃദം, പിതൃ മാതൃ സുഹൃത് പ്രാതൃ ദമ്പതീനാം ച കൽക്കനം. ജിഹ്മപ്രായം വഞ്ചന. ജിഹ്മപ്രായം എന്ന വാക്കിന്റെ അർത്ഥം വഞ്ചന. വ്യവഹൃതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ
വ്യാപാരങ്ങളിലുണ്ടാകുന്ന കൈമാറ്റങ്ങൾ, വ്യാപാരം നടത്തുന്നതിൽ എന്തെങ്കിലും കച്ചവടമൊക്കെ നടത്തുന്നതിൽ ഉണ്ടാകുന്ന ശാഠ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ വഞ്ചന അല്ലെങ്കിൽ ചതി, മിശ്രം എന്ന് പറയുമ്പോൾ മായം ചേർക്കുക, ച എന്ന് പറഞ്ഞാൽ സൗഹൃദം, സൗഹൃദമുള്ളവരോടും ഇഷ്ടമുള്ളവരോടും, പിതാവ് മാതാവിനോടും, സുഹൃത്തുക്കളോടും, ഭ്രാതൃ സ്വസഹോദരനോടും, ദമ്പതീനാം ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലും, ച കൽക്കനം അന്യോന്യം വഴക്കുണ്ടാകുന്നു. ഇത്രയും വാക്കുകളാണ് ഇതിനകത്ത് ഉള്ളത്. യുഗ്മപ്രായം, വ്യവഹൃതം, ശാഠ്യം, മിശ്രം, ച സൗഹൃദം, പിതൃ മാതൃ സുഹൃത് ഭ്രാതൃ ദമ്പതീനാം ച കൽക്കനം. കൽക്കന എന്ന് പറഞ്ഞാൽ അന്യോന്യം വഴക്കുണ്ടാക്കുക, കൽക്കന. വരെ നമുക്ക് ഇതിന്റെ വിവർത്തനം നോക്കാം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കീ ജയ്. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം അദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതം. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. കൃഷ്ണായ ഗുരുദേവ് കി ജയ്, പ്രഭുപാദി കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിന്റെ 4ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, എല്ലാ സാമാന്യ കൈമാറ്റങ്ങളും വ്യാപാരങ്ങളും മിത്രങ്ങൾ തമ്മിലുള്ളവ പോലും വഞ്ചനകളാൽ പങ്കിലമായിത്തീരുന്നു. കുടുംബ ബന്ധങ്ങളിൽ പിതാവ് മാതാവ് പുത്രന്മാർ എന്നിവർക്കിടയിലും സുഹൃത്തുക്കൾക്ക് മധ്യേയും സഹോദരങ്ങൾക്ക് മധ്യേയും സദാ തെറ്റിദ്ധാരണകൾ ഉണ്ടായി. ഭാര്യാഭർത്താക്കന്മാർക്ക് മധ്യേ പോലും സദാ അസ്വാഭാവികമായ പിരിമുറുക്കവും ശണ്ഠയും ഉണ്ടായി. അപ്പം യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജ്യത്തെ എന്നുവെച്ചാൽ ധർമ്മം കൊണ്ട് മാത്രം കളിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജ്യത്തെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അദ്ദേഹം രാജ്യം നേടിയെടുത്തു. വളരെ വിഷമത്തോടുകൂടിയാണ് ഭരണം തുടങ്ങിയത്. കാരണം തന്റെ ബന്ധുക്കളെ എല്ലാം വധിച്ചിട്ടാണല്ലോ ഇത് നേടിയെടുക്കേണ്ടതെന്ന് ഉള്ള വിഷമം ഒരു ഭാഗത്തുണ്ടായിരുന്നു. അപ്പൊ ഭീഷ്മ പിതാമഹന്റെയും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹം ഭരണം തുടങ്ങി. ഭരിച്ചുകൊണ്ടിരുന്നു. അത് കുറച്ചു നാൾ ഭരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ മാറ്റങ്ങളൊക്കെ തന്റെ രാജ്യത്ത് വന്നതായി ദർശിച്ച് അദ്ദേഹം വളരെയധികം വിഷമം അനുഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ നമ്മള് 4 തരത്തിലുള്ള അസാൻമാർഗിക തത്വങ്ങളെ കുറിച്ച് ബദ്ധജീവാന്മാർക്കുണ്ടാകുന്ന 4 തരത്തിലുള്ള എന്തൊക്കെയാണോ ആ ഒരു അസാൻമാർഗികമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മാർഗഭ്രംശം സംഭവിക്കുന്നു, ഉന്മാദം ഉണ്ടാകുക, കഴിവില്ലായ്മ ഉണ്ടാകുക, വഞ്ചന. ഇത് 4ഉമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭൗതിക ന്യൂനതകള്, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന ഭൗതികപരമായ ന്യൂനതകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആർക്കെങ്കിലും അതൊന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഭൗതികമായി നമുക്കുണ്ടാകുന്ന ന്യൂനതകൾ എന്തൊക്കെയാണ്? ഹരേ കൃഷ്ണ. കമ്മിറ്റ് മിസ്റ്റേക്ക്, തെറ്റ് ചെയ്യാനുള്ള വാഞ്ചന, മറ്റുള്ളവരെ ചതിക്കാനുള്ള വാഞ്ചന, അതുകൂടാതെ ഇല്യൂഷൻ, അതായത് മായാപ്രകൃതമാകുന്ന, പിന്നെ അതുകൂടാതെ ഇന്ദ്രിയങ്ങളെ അതായത് ഇംപെർഫെക്റ്റ് സെൻസസ്, ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ചൈതന്യ ചരിതാമൃതം എടുത്ത് നോക്കിയാല് അതിലെ മധ്യലീലയുടെ 7ാം അധ്യായത്തിലെ 107ാമത്തെ ശ്ലോകം ഇത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭ്രമ പ്രമാദ വിപ്രലിപ്സ കരണ അപാടവ. എല്ലാരും ഒന്ന് എഴുതിയെടുക്കണത് നല്ലതാണ്. കാരണം എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന ന്യൂനതകള്? ഭ്രമ പ്രമാദ വിപ്രലിപ്സ കരണ അപാടവ എന്ന് പറയുന്നു. കരണാപാടവ എന്ന് എഴുതിയാൽ മതി. ഭ്രമ പ്രമാദ വിപ്രലിപ്സ കരണാപാടവ. കരണ പ്ലസ് അപാടവ, അതാണ് കരണാപാടവ. ഈശ്വരേര വാക്യേ നഹി ദോഷയൈ സഭ.
എന്നാണ് ആ ശ്ലോകം പറയുന്നത്. ഈശ്വരേര വാക്യേ നഹി ദോഷ ഏസവ. അപ്പം ഈ ഭ്രമം, പ്രമാദം, വിപ്രലിപ്സ, കരണ അപാടവ, ഇത് രണ്ടും ഈശ്വരന്റെ വാക്യത്തിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല. അതൊക്കെ നമ്മൾക്കുണ്ടാകുന്ന, ഈ ഭൗതികതയിൽ ജീവിക്കുന്ന നമുക്കുണ്ടാകുന്ന 4 ദോഷങ്ങളാണ്. അപ്പം പ്രഭുജി എനിക്ക് പറഞ്ഞു തന്നതുപോലെ ഒന്നാമത്തേത് എന്താണ്? കമ്മിറ്റിംഗ് മിസ്റ്റേക്ക്, തെറ്റു ചെയ്യാനുള്ള പ്രവണത എപ്പോഴും നമ്മളിലുണ്ട്. പിന്നെ അടുത്തതോ, എപ്പോഴും മറ്റുള്ളവരെ വഞ്ചിക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ പറയും ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി ഉള്ളവനാണ് അവന് എന്ന് പറയത്തില്ലേ, അതുകൊണ്ട് അത് നമ്മളിലുണ്ട്. പിന്നെ ഇല്യൂഷൻ, മായയ്ക്ക് എപ്പോഴും നമ്മൾ വശംവദരായി മാറുന്നു. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ കാണുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും നമ്മുടേത് പെർഫെക്റ്റ് അല്ല. യഥാർത്ഥത്തിൽ നമുക്ക് ശരിക്കും യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഇല്ല എന്നുള്ളതാണ് അവിടെ. നമ്മുടെ ഭൗതിക ന്യൂനതകളാണ് ഇതെല്ലാം. അപ്പം ഭ്രമ, പ്രമാദ, വിപ്രലിപ്സ, കരണാപാടവ, ഇതൊന്നും ഈശ്വരേര വാക്യേ നഹി ദോഷ ഏസവ എന്ന് പറഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷന്റെ കാര്യത്തിൽ ഇതൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ മാർഗഭ്രംശങ്ങള് അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളല്ല, നമ്മുടെ വഴിക്ക് തെറ്റ് സംഭവിക്കുന്നു, നമ്മൾ മായയ്ക്ക്, ഉന്മാദത്തിനും എന്നുവെച്ചാൽ ഭ്രാന്തമായ ആവേശത്തിന് വഴിപ്പെടുന്നു, അത് നമുക്ക് പലയിടത്തും കഴിവില്ലായ്മ അനുഭവപ്പെടുന്നു, നമ്മളെ തന്നെ നമ്മൾ വഞ്ചിക്കാൻ നോക്കുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പോലും നമ്മൾ തെറ്റ് ചെയ്തതാണെന്ന് നമുക്കറിയാം, പക്ഷെ എന്നിരുന്നാൽ പോലും അതിനെ നമ്മൾ ന്യായീകരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തിട്ട് അത് ഇന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ ന്യായീകരിക്കുന്ന ഒരു വ്യവസ്ഥ നമ്മളിൽ ഉണ്ടാകും. അങ്ങനെയുള്ള 4 അസാൻമാർഗിക തത്വങ്ങളാൽ സമാധിതരാണ് ബദ്ധജീവാത്മാക്കൾ. അപ്പൊ ഇതെല്ലാം ന്യൂനതകളുടെ ഒരു പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എവിടെ ആയാലും ശരി, സർവപ്രധാനമായും ബദ്ധജീവാത്മാക്കളെ, അപ്പം ഭൗതിക ലോകത്തിൽ കഴിയുന്നിടത്തോളം കാലം അവന് ഇതെല്ലാം, പല ആഗ്രഹങ്ങളും നമ്മളെ അടക്കി ഭരിക്കും. ആ ആഗ്രഹങ്ങളിൽ പെട്ട് നമ്മളെ ഓരോരോ ആഗ്രഹങ്ങൾ നമുക്ക് വരുമ്പോഴും അതെല്ലാം സാധിച്ചെടുക്കുന്നതിന് നമ്മൾ നെട്ടോട്ടം ഓടും. നമുക്ക് കിട്ടിയില്ലെങ്കിൽ, അത് വേറൊരാൾക്ക് അതുപോലെ കിട്ടിയാൽ നമുക്ക് അവരോട് ഒരു വെറുപ്പ് തോന്നും, അല്ലെങ്കിൽ ഒരു കുശുമ്പ് തോന്നും. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമുക്കവിടെ വരുന്നു. അപ്പം ഒരു ജീവാത്മാവ് പക്ഷേ തന്റെ പരിശുദ്ധമായ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ അപ്പൊ ആ കൂടെ ഇതൊന്നും നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ എന്താ വിചാരിക്കുക? പരിശുദ്ധാവസ്ഥയിൽ എത്തുമ്പോൾ നമ്മൾ എന്താണ് കരുതുക? ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ആരാണ്? ഭഗവാന്റെ സേവകനാണ് എന്ന് ചോദിക്കും, അല്ലേ? അപ്പം നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരാണ്, ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഗോപീ ഭർത്തൃപാദ കമലയോർ ദാസദാസാനുദാസ. അത്രമാത്രം അങ്ങനെയാണ് ഭഗവാന്റെ ആ ഗോപീവൃത്രപാദകമലയോർ, ആ പാദകമലത്തിലെ ഒരു ദാസാനുദാസനാണ് എന്ന് വെച്ചാൽ അതാണ് നമ്മള് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ നമുക്ക് അടക്കി ഭരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ വിനീത സേവകരായി, ഭഗവാന്റേതാണ് ഇതെല്ലാം, നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടി ആയിരിക്കണം, ആ രീതിയിലുള്ള ഒരു ചിന്താഗതി നമ്മളിലേക്ക് ഉണ്ടാകണം. പക്ഷേ നമ്മളത് ഉണ്ടാകുന്നില്ല. നമ്മളെല്ലാവരും മായയ്ക്ക് വശംവദരായി പോകുന്നു, പ്രമാദത്തിന് വശംവദരായി പോകുന്നു. ഈ ഭൗതിക ന്യൂനതകളിൽ പെട്ടുഴലുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇതിനെ ശ്രീലപ്രഭുപാദർ തന്നേക്കുന്ന ഒരു കുടുംബത്തിൽ പോലും ശരിക്കുള്ള ഒരു സ്വരൈക്യമില്ല. ഒരു ജ്യേഷ്ഠനും അനിയനും തമ്മിൽ വഴക്ക്, സഹോദരനും സഹോദരിയും തമ്മിൽ വഴക്ക്, അച്ഛനും മകനും തമ്മിൽ വഴക്ക്, അമ്മയും മകനും തമ്മിൽ വഴക്ക്, എല്ലായിടവും വഴക്കല്ലാതെ അല്ലെങ്കിൽ ബഹളമല്ലാതെ സമാധാനമായ ഒരു അന്തരീക്ഷം ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് കാണും. അത് കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യാവുന്നത് നമുക്ക് കാണാൻ കഴിയും. കുടുംബത്തിലെല്ലാം ഇത് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക്. അപ്പം ശ്രീലപ്രഭുപാദരുടെ അഭിപ്രായത്തിൽ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഭഗവാനോട് പറയുക, ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ വൈഷ്ണവി മോള് പറഞ്ഞ ആ കഥ കേട്ടു. അത് എത്രമാത്രം ഓരോരുത്തരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ഭഗവാൻ നമ്മളെ എങ്ങനെ സഹായിക്കുന്നു, ഭഗവാന്റെ കൃപ നമ്മളിൽ എങ്ങനെ ചൊരിയുന്നു, ആ രീതിയിലേക്ക് ആ മനസ്സിനെ നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളോടൊപ്പം എവിടെ പോകുമ്പോഴും കൊണ്ട് നമുക്ക് ഭയമാണ് ചിലപ്പോഴെന്ന് പറയും. ആ ഭയത്തിന്റെ ആവശ്യമില്ല.
ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന ചിന്താഗതി പറഞ്ഞാൽ പോരാ. ഇപ്പൊ എനിക്കും വാക്കിൽ പറയാൻ കഴിയും, നിങ്ങൾക്കും വാക്കിൽ പറയാൻ കഴിയും. പക്ഷെ അതുകൊണ്ടാകുന്നില്ല. അതിനെ മനസ്സിൽ ഉറപ്പിച്ച് ധൈര്യത്തോടു കൂടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം. അപ്പൊ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. എന്താണ്? സഹൃദോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സഹൃദേവ പ്രസന്നോ യസ്മി സഹൃദേവ പ്രപന്നോ യസ്മി തവാസ്മി ഇത് യാചതേ എന്ന് വെച്ചാൽ സഹൃദേവ എന്ന് വെച്ചാൽ പ്രപന്നോ യസ് തവാസ്മി, ഞാന് യഥാർത്ഥത്തിൽ അങ്ങയുടേതാണ് എന്ന് തീർത്ത് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ സഹൃദ ഏവ പ്രപന്നോ യസ് തവാസ്മി ഇതി യാചതേ, അങ്ങനെ യാചിക്കുന്നവരാൾക്ക് തീർച്ചയായും അഭയം സർവദാ തസ്മൈ ദദാമി ഏതത് വ്രതം. അവരുടെ പാദത്തിലാണ് എന്റെ അഭയം ഞാൻ നൽകുന്നത്. അവരുടെ കൂടെ തന്നെ എന്റെ അഭയം ഉണ്ട് എന്നും ദദാമി ഏതത് വ്രതം, അതെന്റെ വ്രതമാണ് എന്ന് വെച്ചാൽ അത്രമാത്രം നമ്മളോട് ഭഗവാൻ ഉണ്ട് എന്ന ചിന്താഗതി. സഹൃദേവ പ്രപന്നോയ സ്തവാസ്മി ഇത് യാചതേ, ആരാണോ ഞാൻ അവിടുത്തേതാണ്, അവിടുന്നാണ് എന്നെ കൊണ്ട് നടക്കേണ്ടത്, അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്നുള്ള ആ ഒരു, നമ്മൾ നാക്കുകൊണ്ടൊക്കെ പറയും, പക്ഷെ അതുകൊണ്ടാവുന്നില്ല. നമ്മുടെ പ്രവൃത്തിയിൽ കൂടി നമ്മൾ അത് കാണിക്കുന്നവർക്ക് തീർച്ചയായും അഭയം സർവദാ തസ്മൈ. ഇപ്പൊ എന്ത് വൈഷ്ണവി പറഞ്ഞോ അത് അതുപോലെ തന്നെയാണ് ആ ഭഗവാന്റെ വാക്ക്. അഭയം സർവദാ തസ്മൈ ദദാമി ഏതത് വ്രതം, അതെന്റെ വ്രതമാണ്. അതിൽ നിന്ന് ഞാൻ ആര് പറഞ്ഞാലും മാറുകയില്ല, എന്തെല്ലാം സംഭവിച്ചാലും മാറുകയില്ല. അതിനെ കാത്തു സൂക്ഷിക്കാൻ ആ ഒരു ശ്ലോകം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ ശ്ലോകം. അതുപോലെ കൃഷ്ണനെ എവിടെ മായയെക്കുറിച്ച് പറഞ്ഞു. മായയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, കൃഷ്ണ സൂര്യസമ ഹയ അന്ധകാര. അപ്പൊ മായ എന്താണ്? ഹയ അന്ധകാര. കൃഷ്ണൻ സൂര്യനെ പോലെ നമ്മുടെ പ്രകാശിച്ചു നിൽക്കുമ്പോൾ മായ അന്ധകാരമായി നമ്മുടെ കൂടെ ഉണ്ട്. യാഹാൻ കൃഷ്ണ താഹാൻ നാഹി മായാര അധികാര. അപ്പം ഇതിനെ പിടിച്ചു നിർത്താൻ മായയ്ക്ക് ഇരുട്ട് സൂര്യൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇരുട്ട് മാറിയേ പറ്റത്തുള്ളൂ. അതുപോലെ ഭഗവാൻ നമ്മളിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും മായയ്ക്ക് അവിടുന്ന് അപ്രത്യക്ഷമായി പോയി. ഭഗവാൻ വരുന്നോ മായ മാറിത്തരും എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ നമ്മള് എന്താണ്? തവാസ്മി, അങ്ങയുടേതാണ് ഞാൻ എന്ന ചിന്താഗതി. ആ ഒരു ഭഗവാനെ എനിക്ക് വേറെ മാർഗമില്ല, ഞാൻ അങ്ങയുടേത് മാത്രമാണ് എന്ന ചിന്താഗതിയോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കാണിക്കുന്ന എത്ര സംഭവങ്ങളാണ്. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരത്തക്ക രീതിയിൽ എത്ര അനുഭവങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാകുക. അത് യഥാർത്ഥ ഭക്തരാണ്. അത് അങ്ങനെ പക്ഷേ ഭഗവാൻ ടെസ്റ്റ് ചെയ്യുന്നത് ഒന്നേ ഉള്ളൂ, ഭക്തി മാത്രം. അതിൽ കള്ളമുണ്ടോ എന്ന് മാത്രം ഭഗവാൻ ശ്രദ്ധിക്കും എന്നും നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ലോകത്തിൽ ഏറ്റവും ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഭഗവാന്റെ കരുണ കിട്ടാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മുടെ ഈ ഉന്മാദം ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് രക്ഷപ്പെടാനും കഴിയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം യുധിഷ്ഠിരൻ കണ്ട കാര്യങ്ങളെല്ലാം അവിടെ എതിരായി വരുന്നത് കണ്ട് അദ്ദേഹം വിഷമിക്കുന്നതായിട്ട് നമ്മള് പറയുന്നു. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാൾ ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജന്മപ്രായം വ്യവഹൃതം ശാഠ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃസുഹൃത്സ്വാതൃ ദമ്പതീനാം ച കൽക്കനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജിഹ്മപ്രായം മാതാജി, ജിഹ്മപ്രായം. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകം. നിമിത്താനി അത്യരിഷ്ടാനി കാലേ ത്വനിഗതേ നൃണാം ലോഭാത്യധർമ്മ പ്രകൃതിം ദൃഷ്ടോ വാചാനുജം നൃപ. നിമിത്താനി അത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം ലോഭാത്യധർമ്മ പ്രകൃതിം ദൃഷ്ടോ വാചാനുജം നൃപ. നിമിത്താനി അത്യരിഷ്ടാനി, നിമിത്തങ്ങൾ അതി അരിഷ്ടാനി, അതാണ് അത്യരിഷ്ടാനി എന്ന് പറയുന്നത് പിരിക്കുന്നത്. നിമിത്താന്യത്യരിഷ്ടാനി എന്ന് ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ പിരിക്കുമ്പം നിമിത്താനി അതി അരിഷ്ടാനി അങ്ങനെ ആക്കണം. നിമിത്താന്യത്യരിഷ്ടാനി കാലേ ത്വനിഗതാം നൃണാം, കാലേ
ത്വനുഗതേ നൃണാം. കാലേ തു അനുഗതേ, ത്വ വരുന്നത് ഉ പ്ലസ് ആയ ഗ്രാമറാണ്. ഉ പ്ലസ് ആ. കാലേ ത്വനുഗതേ, ത്വ അനുഗതേ, തു പ്ലസ് അനുഗതേ, അങ്ങനെ എടുക്കണം. ത്വനുഗതേ നൃണാം. പിന്നെയോ ലോഭാദ്യധർമ്മ പ്രകൃതി, ലോഭ ആദി അധർമ്മ പ്രകൃതി, ലോഭ ആദി അധർമ്മ പ്രകൃതി, ലോഭാദ്യധർമ്മ പ്രകൃതി ദൃഷ്ടോ വാചാനുജം നൃപ. ദൃഷ്ട്വാ, അവിടെയും സന്ധി വരുന്നു. ദൃഷ്ട്വാ ഉവാച അനുജം നൃപ. ദൃഷ്ടോ വാചാനുജം നൃപ. ലോഭാദ്യധർമ്മ പ്രകൃതി ദൃഷ്ടോ വാചാനുജം നൃപ. നിമിത്യാന്യത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം. ലോഭാദ്യധർമ്മ പ്രകൃതി ദൃഷ്ടോ വാചാനുജം നൃപ. നിമിത്താനി, നല്ല നിമിത്തങ്ങളും അത്യന്തം ഗൗരവമായിട്ടുള്ള, വളരെ കൂടുതലായിട്ടുള്ളത്. അരിഷ്ടാനി എന്ന് വെച്ചാൽ ദുശകുനങ്ങൾ കാണുന്നു. കാലേ, കാലേ എന്ന് പറഞ്ഞാൽ കാലക്രമേണ. ത്വ അനുഗതേ, തു അനുഗതേ, ത്വനുഗതേ. ത്വനുഗതേ എന്ന് പറഞ്ഞാൽ തു എന്ന് വെച്ചാൽ എന്നാൽ, അനുഗതേ വന്നു ചേർന്നു. പിന്നെ നൃണാം, നൃണാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പഠിച്ചു. ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും. മനുഷ്യവർഗം മുഴുവനായിട്ട് നൃണാം, മനുഷ്യർക്കേ എന്നാണ് നമ്മൾ പഠിച്ചത്, മനുഷ്യവർഗം. ലോഭ ആദി, അതെ, ലോഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഭാദി നമ്മൾക്കുണ്ടാകുന്ന അത്യാർത്തി, നമുക്ക് വേറെ മറ്റു സാധനങ്ങൾ കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷ, വേണമെന്നുള്ള ആഗ്രഹം, ലോഭം, ആർത്തി എന്നൊക്കെ പറയാം. ലോഭ ആദി അധർമ്മ, അധർമ്മം മീൻസ് അധർമ്മം തന്നെ. പ്രകൃതി ശീലങ്ങൾ ദൃഷ്ട്വാ കണ്ടിട്ട്, കണ്ടതിന് ശേഷം ഉവാച പറഞ്ഞു, അനുജം അനുജൻ, നൃപ രാജാവ്. ഇത്രയും വാക്കുകളാണ് അതിലുള്ള. നിമിത്താനി അത്യരിഷ്ടാനി കാലേ തു അനുഗതേ നൃണാം. ലോഭ ആദി അധർമ്മ പ്രകൃതി ദൃഷ്ട്വാ ഉവാച അനുജം നൃപ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നിമിത്യാനി അത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം. ലോഭാദ്യ ധർമ്മ പ്രകൃതിം ദൃഷ്ടോ വാചാനുജം നൃപഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. അപ്പഴേ നമ്മൾ 4-ാമത്തെ ശ്ലോകത്തിലെ നമ്മൾ കണ്ടു, യുധിഷ്ഠിരൻ അശുഭകരമായ ശകുനങ്ങളൊക്കെ കണ്ടു. കാലത്തിന്റെ മാറ്റം ഭയം ജനിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ എന്താണ്, കാലാവസ്ഥയിലൊക്കെ ഇറഗുലാരിറ്റീസ് പ്രത്യക്ഷപ്പെട്ടു. സീസൺസ് ഒക്കെ മാറി മാറി വരുന്നു. വരേണ്ട സമയത്ത് വസന്തവും ശരത്തും ഒന്നും വേണ്ട രീതിയിലല്ല വരുന്നത്. കാലത്തിനൊക്കെ മാറ്റം തോന്നിക്കുന്നു. അതുപോലെ ജനങ്ങൾ അത്യാഗ്രഹികളായി മാറിയിരിക്കുന്നു. വഞ്ചനയും മാർഗപ്രംശവും ഉന്മാദവും കഴിവില്ലായ്മയും ഒക്കെ ജനങ്ങളിൽ കാണുന്നു. ഇടപാടുകളെല്ലാം ചതിയിലായി മാറുന്നു. കച്ചവടമൊക്കെ ചതിയായി മാറുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരു ചീറ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഇനി ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ പിണക്കമുണ്ടാകുന്നു, പിരിമുറുക്കമുണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങൾ 4-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് യുധിഷ്ഠിര മഹാരാജാവെ അവിടെ ദർശിച്ചതായി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെ കണ്ടു? അത് ഒരു രാജ്യത്തെ അസാൻമാർഗികമായിട്ട് ഒരു രാജ്യം മാറുന്നു എന്നുള്ള ഒരു രീതി അവിടെ കണ്ടു എന്ന് പറയുന്നു. അപ്പൊ അവിടെ എന്തൊക്കെയാണ് കണ്ടത് എന്ന് നമ്മൾ 4-ാമത്തെ ശ്ലോകത്തിലാണ് കണ്ടത്. അന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ബദ്ധാത്മാക്കൾ മറ്റുള്ളവരെ അടക്കി ഭരിക്കാനാണ് അവിടെ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ശ്രമിക്കുക. ഒരിക്കലും നമുക്ക് സംതൃപ്തി ഉണ്ടാകുകയില്ല. വീട്ടിൽ സൗര്യമുണ്ടാകുകയില്ല. പിന്നെയും ഭക്തിയുത സേവനവുമില്ല. ഭക്തിയുത സേവനം ഉണ്ടെങ്കിൽ ഈ കാപട്യം കുറയ്ക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഭഗവാന് മടങ്ങിപ്പോയോ, കലികാലം ആഗതമായോ എന്നൊക്കെ അദ്ദേഹം സംശയിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇനി 5-ാമത്തെ ശ്ലോകത്തിൽ ഇനിയും പിന്നീട് ഉണ്ടായ അതിനനുസരിച്ച് എന്തെല്ലാം മാറ്റം ഉണ്ടായി എന്ന് അനിയനോട് പറയുകയാണ്. കാലക്രമേണ പ്രജകളെല്ലാം അത്യാർത്തി ഉണ്ടായി, കോപമുണ്ടായി, അഹങ്കാരം, അങ്ങനെ ഇതെല്ലാം തഴച്ചു വളർന്നു വന്നതായി അദ്ദേഹം കണ്ടു. യുധിഷ്ഠിരൻ ഇതെല്ലാം കണ്ടിട്ട് ഈ ദുശ്ശകനങ്ങളെയൊക്കെ ദർശിച്ച് അനുജനോട് ഇപ്രകാരം പറഞ്ഞു. അപ്പം അത്യാർത്തി ഉണ്ടായി, കോപം വന്നു, അത്യാർത്തി കൂടുതലായി, കോപം, അധർമ്മം, കാപട്യം. അപ്പൊ അങ്ങനെ മൃഗസമാനങ്ങളായി ലക്ഷണങ്ങൾ കണ്ടതിന് ശേഷം യുധിഷ്ഠിരനെ പോലെയുള്ള ധർമ്മിഷ്ഠനായ രാജാവിനെ
മനക്ഷോഭമുണ്ടായി, മനസ്സിന് വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടു എന്നിവിടെ പറയുന്നു. അപ്പം ഇന്ന് ഈ യുഗത്തിലെ ജനങ്ങളുടെ പ്രത്യേകതകളാണ് ഇവിടെ. അത് ആ കാലഘട്ടത്തിൽ അജ്ഞാതമായിരുന്നു. അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്ത് ഇതൊന്നും വരേണ്ടതല്ല, അത്രമാത്രം സുഖകരമായ ഭരണമാണ് അവിടെ ഉണ്ടായത്. പിന്നെ എങ്ങനെ ഇതൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ സമൂഹത്തിന്റെ ലക്ഷണങ്ങൾ ഒക്കെയും അജ്ഞാതമായിരുന്നു എന്നും, അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം കലിയുഗം വന്നതോടുകൂടി അവയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞു എന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നേരത്തെ തന്നെ നമ്മളെ 3-ാം അധ്യായത്തിൽ പഠിച്ചു, ഭഗവാൻ ഇവിടെ നിന്നും പോയതിൽ പിന്നെ ആരാണിതൊക്കെ, എന്താണ് ധർമ്മത്തെക്കുറിച്ച് പറയാൻ ആരിവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ധർമ്മത്തെക്കുറിച്ച് പറയാൻ ഭഗവാൻ പോയിട്ടാണോ ഇത് സംഭവിച്ചത് എന്നുള്ള ഒരു സംശയം നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവിന് ഉണ്ടായി എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇതൊക്കെ എളുപ്പം പോകാവുന്ന ശ്ലോകങ്ങളാണ്. യുധിഷ്ഠിര ഉവാച സംപ്രേഷിതോ ദ്വാരകായാം ജിഷ്ണുർബന്ധുതിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. സംപ്രേഷിതോ ദ്വാരകായാം ജിഷ്ണുർബന്ധുതിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. യുധിഷ്ഠിര ഉവാച, യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, സംപ്രേഷിത. സംപ്രേഷിത എന്ന വാക്കിന്റെ അർത്ഥം പോയിരിക്കുന്നു, പോയി എന്നുള്ള അർത്ഥം. എവിടെ പോയി? ദ്വാരകായാം. സംപ്രേഷിതോ ദ്വാരകായാം, ദ്വാരകയിലേക്ക് പോയിരിക്കുന്നു. ആര്? ജിഷ്ണുർ ബന്ധു ദിദൃക്ഷയ. ജിഷ്ണു എന്ന് പറഞ്ഞാൽ അർജുനൻ. വിഷ്ണു ജിഷ്ണു. ജിഷ്ണു ഇനിയും ജിഷ്ണു എന്തിനാ പോയത്? ബന്ധു ദിദൃക്ഷയ, മിത്രങ്ങളെ ദർശിക്കുന്നതിനായി. ബന്ധുമിത്രങ്ങൾ ദിദൃക്ഷയ സന്ദർശിക്കുന്നതിനായി. ജ്ഞാതും, ജ്ഞാതും മലയാളത്തിൽ ഉള്ള വാക്കാണ്, അറിയാനായി. ബന്ധു ദിദൃക്ഷയ. പിന്നെ ജ്ഞാതും എന്താണ്? പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. പുണ്യശ്ലോകസ്യ, പുണ്യശ്ലോകൻ എന്ന് വെച്ചാൽ എന്താണ്? തിരഞ്ഞെടുത്ത പുണ്യശ്ലോകങ്ങളാൽ എപ്പോഴും പുകഴ്ത്തപ്പെടുന്നവൻ, എത്രമാത്രം പുകഴ്ത്തിയാലും തീരാത്തവൻ, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് അത് പരമദിവ്യോത്തമ പുരുഷനാണെന്ന് പറയുന്നത്. എന്താ? തിരഞ്ഞെടുത്ത സുന്ദരമായ ശ്ലോകങ്ങളാൽ സ്തുതിക്കപ്പെടേണ്ടവൻ ആ പരമദിവ്യോത്തമ പുരുഷൻ. പുണ്യശ്ലോകസ്യ, ആരാണത്? കൃഷ്ണസ്യ, ശ്രീകൃഷ്ണ ഭഗവാന്റെ. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. വിചേഷ്ടിതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്. അദ്ദേഹത്തിന് സംശയം ഉണ്ടാകാൻ ഒരു കാരണമുണ്ട്. നാരദൻ അതിനൊരു സൂചന ചെറുതായിട്ട് നൽകി. കാരണം എന്താണ്? ഭഗവാൻ ഉദ്ദേശിച്ച കർമ്മങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു എന്നൊരു സൂചന നേരത്തെ ആര് നൽകി? നാരദ മഹർഷി നൽകിയിരുന്നത് കൊണ്ടാണ് ഇത്രയും സംശയം അദ്ദേഹത്തിന് ഉണ്ടാകാൻ. അത് തന്നെയല്ല, ഭഗവാൻ നിൽക്കുന്ന, ഭഗവാൻ ഉള്ള ഈ ഭൂമിയിൽ ഈ കലികാലത്തിന്റെ കാര്യങ്ങളൊന്നും നടനമാടുകയില്ല എന്നും അദ്ദേഹത്തിന് തീർച്ചയായും അറിയാമായിരുന്നു. അതുകൊണ്ട് അപ്പം മഹാരാജാവ് യുധിഷ്ഠിരൻ ഇളയ ഭ്രാതാവായ ഭീമസേനനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ അർജുനനെ ബന്ധുമിത്രാദികളെ സന്ദർശിക്കാനും പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ച് അദ്ദേഹത്തിന്റെ ഭാവി പരിപാടികളെ കുറിച്ച് അന്വേഷിച്ചറിയാനുമായി ദ്വാരകയിലേക്ക് അയച്ചിരുന്നു. അപ്പം പറയുകയാണ്, ഞാൻ അർജുനനെ അയച്ചിരുന്നു. എന്തിനാണ് പോയത്? ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് അറിയണം. അതുപോലെ അവിടെ എന്താണ് ബന്ധുമിത്രാദികളെ കുറിച്ച് അറിയണം. ഇതിനൊക്കെയാണ് അങ്ങോട്ട് അയച്ചിരുന്നത് എന്ന് പറയുകയാണ് യുധിഷ്ഠിരൻ. ഒന്ന് വായിച്ചോളൂ ആരെങ്കിലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യുധിഷ്ഠിര ഉവാച സംപ്രേഷിതോ ദ്വാരകായാം വിഷ്ണുർബന്ധുദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 7. ഗദാ സപ്താധുനാ മാസ ഭീമസേന തവാനുജ നായാദി കസ്യ വാ ഹേതോർ നാഹം വേദേദമഞ്ജസ. ഗദാ സപ്തമ, ഗദ വാക്കുകളെ ഗദ സപ്ത അധുന. സപ്ത അധുന, സപ്ത എന്ന് വെച്ചാൽ നമുക്കറിയാം 7 അല്ലേ. സപ്ത അധുന, ഇന്നേക്ക്. അധുന ഇന്നേക്ക്. ഗദ പോയി. 3 വാക്കുകൾ. ഗദ സപ്ത അധുന, അധുന ഇന്നേക്ക്. മാസഹ മാസങ്ങൾ.
ഭീമസേന, ഹേ ഭീമസേന, തവ അങ്ങയുടെ, തവാനുജ അങ്ങയുടെ, അനുജ അനുജൻ, ന എന്ന് വെച്ചാൽ ഇല്ല, ന ആയാതി, ആയാതി നായാതി എന്ന് പറയുന്നതിനെ പിരിക്കുമ്പോ ന ആയാതി, ന അയാതി, ആയാതി എന്ന് വെച്ചാൽ മടങ്ങിയെത്തുക. കസ്യ എന്താണ്, എന്ത് സംഭവിച്ചു, കസ്യ വാ അല്ലെങ്കിൽ ഹേതോ കാരണങ്ങൾ, ന ഇല്ല, അഹം ഞാൻ, വേദ അറിയുക, വേദം അറിവെന്നാണ് പറയുക, വേദം എന്ന് വെച്ചാൽ അറിയുക, ഇതം ഇത്, അഞ്ജസ യഥാർത്ഥത്തിൽ. അപ്പം ഗത സപ്ത അധുന മാസ ഭീമസേന തവ അനുജ, ന ആയാതി കസ്യ വാ ചേതോ ഹേതോഹോ, ഹേതോഹോ എന്നെടുത്തെങ്കിലേ അത് ശരിയാവും. ഹേതോഹോ ന അഹം, ഹേതോഹോ ന അഹം, അവിടെ ഹേതോർന്ന് കിടക്കുന്നത് വിസർഗമാണ്. ഹേതോഹോ ന അഹം വേദ ഇതം, വേദേദം, അപ്പം വേദ പ്ലസ് ഇതം, വേദേദം അഞ്ജസ, അഞ്ജസ യഥാർത്ഥത്തിൽ വേദ ഇതം. അപ്പൊ എന്തൊക്കെയാ അവിടെ ഉള്ളത്, പിരിക്കേണ്ടത്, യഥാ സപ്ത അധുന പിരിക്കണം, മാസ ഭീമസേന അവിടെ ഒന്നുമില്ല, തവ അനുജ നമ്മൾ മലയാളം പിരിക്കുന്ന പോലെ തന്നെ പഠിച്ചാൽ എളുപ്പമാണ്. ന ആയാതി, നായാതി, കസ്യ വ ഹേതഹ, ഹേതോഹോ എന്നുള്ളത്, ഹേതോഹോ, അപ്പൊ അവിടെ ഹേതോ അഹം, ഹേതോഹോ പ്ലസ് അഹം അങ്ങനെ പിരിക്കുക, ഹേതോഹോ പ്ലസ് അഹം വേദ ഇതം അഞ്ജസ. അപ്പം ഗത പോയി, സപ്ത 7, അധുന ഇന്നേക്ക്, മാസ മാസങ്ങൾ, ഭീമസേന അല്ലയോ ഭീമസേന, തവ അങ്ങയുടെ, അനുജ അനുജൻ, ന ഇല്ല, ആയാതി മടങ്ങിയെത്തി, കസ്യ എന്താണ്, വാ അല്ലെങ്കിൽ, ഹേതോഹോ കാരണം, ന ഇല്ല, അഹം ഞാൻ, വേദ അറിയുക, ഇതം ഇത്, അഞ്ജസ യഥാർത്ഥത്തിൽ. ഗതാ സപ്താധുനാമാസ ഭീമസേന തവാനുജഃ, നായാതി കസ്യ വാ ഹേതോഹോ നാഹം വേദേദമഞ്ജസ. ഗതാ സപ്താധുനാമാസ ഭീമസേന തവാനുജഃ, നായാതി കസ്യ വാ ഹേതോഹോ നാഹം വേദേദമഞ്ജസ. നായാതി കസ്യ വാ ഹേതോഹോ, അപ്പൊ അവിടെ നാഹം വേദേദമഞ്ജസ, വേദ ഇതം അഞ്ജസ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. യഥാ സപ്താധുനാമാസ ഭീമസേന തവാനുജഃ, ന്യായാദി കസ്യ വാ ഹേതോർ നാഹം വേദേദമഞ്ജസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് പറയുന്നത് അർജുനൻ ഇവിടെ നിന്ന് യാത്രയായിട്ട് 7 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇതുവരെയും അനുജൻ മടങ്ങി എത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ അജ്ഞനാണ്. അപ്പം യുധിഷ്ഠിരർക്ക് ഉണ്ടാകുന്ന ഭയത്തെ കുറിച്ചാണ് ഇവിടെ പറയുക. അപ്പൊ ഇവിടെ അർജുനൻ പോയിട്ട് 7 മാസങ്ങൾ, സപ്താധുനാ മാസ 7 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇതുവരെയും അർജുനൻ മടങ്ങി വന്നിട്ടില്ല. എന്താണ് കാരണം, എന്താണ് സംഭവിക്കുന്നതിന് എന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം വളരെ കൃഷ്ണൻ പോയോ, കൃഷ്ണനെ കുറിച്ചൊന്നും അറിയുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന മാനസികമായ സംഘർഷം, അല്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ സംഘർഷത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്തത് എന്ന് നമുക്കിവിടെ കാണാം. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇത്രയൊക്കെ പറയാനുണ്ട്. അഭിദേവർഷിണാദിഷ്ട സകാലോയമുപസ്ഥിതഃ യദാത്മനോഗമാ ക്രീഡം ഭഗവാൻ ഉത്സിസൃക്ഷതി. അഭിദേവർഷിണാദിഷ്ട സകാലോയമുപസ്ഥിതഃ യദാത്മനോഗമാ ക്രീഡം ഭഗവാൻ ഉത്സിസൃക്ഷതി. അഭി എന്തായാലും, അഭി ദേവഋഷീണാം, ദേവർഷിണാം എന്ന വാക്ക്, ദേവഋഷീണാം ആരാണ്? ദേവർഷിയായ നാരദൻ. അഭി എന്തായാലും ദേവർഷിയായ നാരദനാൽ ആദിഷ്ട മുന്നറിയിപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. നേരത്തെ ദേവർഷി പറഞ്ഞിട്ടുണ്ട്,
സഹ അത്, സകാലോ ഒന്നിച്ചെടുക്കുമ്പോ അവിടെ സഹ അത് എന്നുള്ള അർത്ഥമാണ്. സഹ അത് കാലഹ കാല കാലഹ കാലോയം എന്ന് പറയുന്നതിനെ പിരിക്കുമ്പോൾ കാല പ്ലസ് അയം, അതാണ് കാലോയം. കാല പ്ലസ് അയം, അനാദ്യന്തമായ കാലം കാലഹ. അയം എന്ന് പറഞ്ഞാൽ ഇത്, കാലോയം. ഉപസ്ഥിത എത്തി, ഉപസ്ഥിത എത്തിച്ചേർന്നു, ഉപസ്ഥിത. യഥാ എപ്പോൾ, ആത്മനഹ അദ്ദേഹത്തിന്റെ എന്ന് വെച്ചാൽ ഇവിടെ ഭഗവാന്റെ എന്നുള്ള അർത്ഥത്തിലാണ്. യഥാ ആത്മനഹ ആത്മാവിനെ സംബന്ധിച്ച്. അംഗമാക്രീഡം, അംഗം എന്ന് വെച്ചാൽ പൂർണ്ണാംശം, അംഗം ആക്രീഡം ആവിഷ്കൃത രൂപം എന്ന് വെച്ചാൽ അതിന്റെ എന്താ പിന്നെ പൂർണ്ണാംശങ്ങളായിട്ടുള്ളവരെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷൻ ഉത്സൃക്ഷതി ഉപേക്ഷിക്കാൻ പോകുന്നുവോ. അപ്പം ഇവിടെ ഡൗട്ടാണ് പറയുന്നത്. അപി ദേവർഷിണാദിഷ്ട സകാലോയമുപസ്ഥിത യഥാത്മനോംഗമാക്രീഡം ഭഗവാൻ ഉത്സി സൃക്ഷതി. എന്നൂടെ പറയാം. അപി ദേവർഷീണ ആദിഷ്ട സഹ കാല പ്ലസ് അയം കാലോയം ഉപസ്ഥിത യഥാത്മന അംഗം ആക്രീഡം ഭഗവാൻ ഉത്സി സൃക്ഷതി. ഉത്സി സൃക്ഷതി എന്ന് വെച്ചാൽ ഉപേക്ഷിക്കാൻ പോകുന്നു എന്നുള്ള ചോദ്യമാണ്. അപ്പം അഭീദേവർഷിണാദിഷ്ട സകാലോയം ഉപസ്ഥിത യഥാത്മനോംഗമാക്രീഡം ഭഗവാൻ ഉത്സി സൃക്ഷതി. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഭിദേവർഷിണാ ദൃഷ്ടാഃ സകാലോ ഉപസ്ഥിത യഥാത്മനോ അംഗമാക്രീഡം ഭഗവാനുൽസി സൃഷ്ടി. കൃഷ്ണ. ആര് വേറെ ആരും വായിക്കുന്നു? അഭിദേവർഷിണ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. അഭിദേവർഷിണാദിഷ്ട സകാലേ അയമുപാസ്ഥിതഃ യഥാത്മനോ അംഗഗ. ഒന്ന് ശ്രദ്ധിക്കണേ. അഭിദേവർഷിണാദിഷ്ട സകാലോയമുപസ്ഥിത. കാലക പ്ലസ് അയം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴേ സകാ പോലെ യഥാത്മനോംഗമാക്രീഡം ഭഗവാൻ ഉത്സി സൃക്ഷതി. ഭഗവാൻ ഉത്സി സൃക്ഷതി. അപ്പൊ ഇവിടെ വിവർത്തനം ദേവർഷി നാരദൻ സൂചിപ്പിച്ചതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഇഹലോ അപ്പൊ എന്താ ചോദ്യം? നാരദന്റെ എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഈ ലോകത്തിലെ ലീല അവസാനിപ്പിക്കാൻ പോവുകയാണോ? അദ്ദേഹം തിരിച്ചു പോകാൻ പോവുകയാണോ? അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പരിത്യജിക്കാനുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭാവാർത്ഥം വളരെ വലുതാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഭാവാർത്ഥത്തില്. അവിടെ നിരവധി തവണ നമ്മൾ പറഞ്ഞതുപോലെ പരമദിവ്യോത്തമ കൃഷ്ണനായ ശ്രീകൃഷ്ണ ഭഗവാനെ പൂർണ്ണ അധികാരമുള്ള അനേകം പൂർണ്ണാംശ വിസ്താര ഭഗവാനിൽ നിന്ന് ആരുണ്ടായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? ആർക്കും പറയാൻ കിട്ടുന്നില്ല. എന്തോ പറഞ്ഞോളൂ. മൂലസംഘർഷണ്. അത് കഴിഞ്ഞിട്ട് ചതുർവ്യൂഹം. അത് കഴിഞ്ഞിട്ട് ആ ചതുർവ്യൂഹത്തിൽ നിന്ന് പിന്നെ കാരണസംഘർഷണൻ. കാരണസംഘർഷനിൽ നിന്ന് വീണ്ടും ചതുർവ്യൂഹം. ചതുർവ്യൂഹത്തിൽ നിന്ന് ആ സംഘർഷനിൽ നിന്ന് നാരായണൻ ലക്ഷ്മി. അത് കഴിഞ്ഞിട്ട് പുരുഷാവതാരം നാരായണനിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് പുരുഷാവതാരത്തിന്റെ കൂടെ തന്നെ മഹാവിഷ്ണുവിൽ നിന്നും മൂന്നായിട്ട് പുരുഷാവതാരം വന്നതിൽ നിന്നും
ആ പുരുഷാവതാരമായ ഭഗവാൻ എന്ന് കാരണദേശം പറയുന്നത് തന്നെ ഭഗവാൻ എന്ന് കാരണം പറയുന്നത് തന്നെ സച്ചിത്ത ആനന്ദ സ്വരൂപനാണ്. ആ സദ്ഭാവത്തിൽ നിന്ന് ആരുണ്ടായി എന്ന് പറഞ്ഞു? ബലരാമൻ ഉണ്ടായി അല്ലെ? സംഘർഷണം അല്ലെങ്കിൽ ബലരാമൻ ഉണ്ടായി. ബലരാമൻ എന്ന് പറയുന്ന സദ്ഭാവത്തിൽ നിന്നുണ്ടാകുന്നു. ആ ബലരാമനിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് വരികയാണ് ഭഗവാനിൽ നിന്നുള്ള അധികാരമുള്ള പൂർണ്ണാംശ വിസ്തരണങ്ങൾ വരുന്നു. അപ്പം അവിടെ നിന്ന് നമുക്ക് ഒന്നാമത്തെ ചതുർവ്യൂഹം ഉണ്ടാകുന്നു. ബലരാമൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ചതുർവ്യൂഹമാണ്. അവിടെ ആരൊക്കെയാണുള്ളത്? ഇപ്പൊ പ്രഭജി പറഞ്ഞതുപോലെ അവിടെ ആരൊക്കെ ഉണ്ടായി? സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. ഈ 4 പേരാണ് ആദ്യത്തെ ചതുർവ്യൂഹത്തിൽ ഉണ്ടാകുന്നത്. അപ്പം ഭഗവാന്റെ പൂർണ്ണാംശ വിസ്തരണമായിട്ടുള്ള ബലരാമൻ, പിന്നീട് വിസ്തരണങ്ങൾ, അടുത്ത വിസ്തരണങ്ങളായ ആദ്യത്തെ ചതുർവ്യൂഹം. ഇത് നിങ്ങളൊന്ന് എഴുതി വെക്കണമെങ്കിലേ മനസ്സിൽ കിട്ടത്തുള്ളൂ. ആദ്യത്തെ ചതുർവ്യൂഹങ്ങളായ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ 4 ആദ്യത്തെ സംഘർഷണമാണ്. അപ്പൊ അവിടെ നാരായൺ, പിന്നീട് അടുത്തത് വരുന്നത് നാരായണ സ്വരൂപമാണ്. നാരായണനാണ് വരുന്നത്. പിന്നീടാണ് സെക്കൻഡ് ചതുർവ്യൂഹം ഉണ്ടാകുന്നത്. ആ സെക്കൻഡ് ചതുർവ്യൂഹത്തിലാണ് രണ്ടാമത്തെ സംഘർഷണൻ, സെക്കൻഡ് സംഘർഷണൻ. ആദ്യം പറഞ്ഞതിനെ മൂലസംഘർഷണൻ എന്ന് പറയുന്നു അല്ലെ? അപ്പം പിന്നെയും സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. ഇത് 4 പിന്നെയും പ്രകടമാകുന്നു, സെക്കൻഡ് ചതുർവ്യൂഹത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ പൂർണ്ണാംശ വിസ്തരണങ്ങളാണ് ഇത് 4. അപ്പൊ ഭഗവാൻ ഭൂമിയിലേക്ക് വരുന്ന അവസരത്തിൽ യോഗമായ ഈ 4 വിസ്തരണങ്ങളെയും ഭഗവാനോട് കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ അങ്ങനെ ഭഗവാൻ ഇവിടെ വരുമ്പോൾ ഈ 4 വിസ്തരണങ്ങൾ ഉൾപ്പെടെയാണ് ഭഗവാൻ ഇവിടേക്ക് വരുന്നത്. അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ കഴിയും. ഭഗവാനെയും കൊണ്ട് അക്രൂരര് വരുന്ന അവസരത്തില്, അപ്പൊ അവിടെ വന്നിട്ട് അക്രൂരർക്ക് എന്താണ് സന്ധ്യാവന്ദനം ചെയ്യണമെന്ന് തോന്നി അവിടെ ഇറങ്ങുന്ന അവസരത്തില് ഭഗവാനെ അവിടെ ജലത്തിൽ ദർശിക്കുന്നതായിട്ടൊക്കെ കഥ പറഞ്ഞതാണ്. അപ്പൊ അവിടെ ദർശിക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവസരത്തില് അക്രൂര് വന്ന് വണ്ടിയിൽ കയറുന്ന രഥത്തിൽ കയറുന്ന അവസരത്തില് പിന്നീട് ഒരടി പോലും കൃഷ്ണൻ ഇങ്ങോട്ട് പോകുന്നില്ല. അവിടെ വിട്ട്, വൃന്ദാവനം വിട്ട് ഒരടി പോലും പോവുകയില്ല. വൃന്ദാവനത്തിൽ മാത്രമേ ഭഗവാനുള്ളൂ. അപ്പൊ കൃഷ്ണൻ അവന്റെ ആ വിസ്തരണങ്ങളാണ് പിന്നീട് ചെയ്യുന്നത്. അല്ല, വാസുദേവൻ സംഘർഷണൻ പക്ഷേ കൂടെ തന്നെ നിൽക്കുകയാണ് ഇല്ലേ? സംഘർഷണൻ ആരാണ്? ആ ബലരാമൻ കൂടെ തന്നെ ഉണ്ട്. പിന്നെ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ, ഇവരുടെ ലീലകളാണ് പിന്നെ ഉള്ളത്. ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. അപ്പൊ ഞാനിതിവിടെ ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. പ്രഭു ഒന്ന് നോക്കിക്കോണേ.